നമസ്കാരം. ഇന്നത്തെ വിഷയം +1 പ്രവേശനത്തിലെ ജാതി സംവരണം. ഓരോ കമ്മ്യൂണിറ്റിക്കും പ്രത്യേകം ശതമാനം റിസർവേഷൻ +1 പ്രവേശനത്തിലുണ്ട് എന്ന കാര്യം എല്ലാവരും, കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, SLC സർട്ടിഫിക്കറ്റിൽ 5 കാറ്റഗറി, 5 വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിലൊന്ന് ജനറൽ, 2 OBC, SC, ST, OEC, 5 വിഭാഗങ്ങൾ. ഒരിക്കൽ കൂടി, ജനറൽ, OBC, SC, ST, OEC. എന്നാൽ +1 പ്രവേശനത്തിൽ അങ്ങനല്ല. 12 വിഭാഗങ്ങളുണ്ടാവും. 12 വിഭാഗങ്ങൾക്കും കാറ്റഗറി കോഡ് ഉണ്ട്. 12 വിഭാഗങ്ങൾക്കും നിശ്ചിത ശതമാനം സംവരണവും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 10ാം ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ ഈഴവ, തീയ, മുസ്ലിം എന്നൊക്കെ പറയുന്നത് OBC ആണ്. എന്നാൽ +1 പ്രവേശനത്തിൽ ഇതൊന്നും OBC അല്ല. ഈഴവ, തീയ, ബില്ലവ എന്ന് പറഞ്ഞാൽ ഈഴവ, തീയയ്ക്ക് 8% റിസർവേഷൻ ഉണ്ട്. അവർ വേറൊരു കാറ്റഗറിയാണ്. മുസ്ലിമിന് 7% ഉണ്ട്. അവർ മുസ്ലിമാണ്. അവർ OBCയിലല്ല. OBC എന്ന് പറയുന്നത് വേറെ കുറച്ച് ജാതി വിഭാഗങ്ങൾ മാത്രമാക്കിയിരിക്കുക. അപ്പോൾ ഈ 12 വിഭാഗങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഈ 12 വിഭാഗങ്ങളിൽ ഏതെങ്കിലും പെടുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും, ഒരു കുട്ടിയായിരിക്കും നിങ്ങൾ. അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കാറ്റഗറി കോഡാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ എത്ര ശതമാനമുണ്ട്. അപ്പം ഞാനിത് ആദ്യം പറയുന്നത് ഇതിൻ്റെ കാറ്റഗറി കോഡ്. ഈ ഓരോ കാറ്റഗറിയുടെയും 12 കാറ്റഗറിയുടെയും കോഡ് നിങ്ങൾക്ക് എഴുതാനുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം. നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ ഈ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ 25-ാം തീയതി കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ ഇതിനെപ്പറ്റി മുഴുവനും ഒരു ധാരണയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കാറ്റഗറി കോഡ് നമ്മൾ 12 കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 12 കാറ്റഗറിയുടെയും കോഡാണ് ഇവിടെ പറയുന്നത്. അതിൽ ജനറൽ എന്ന് പറഞ്ഞാൽ പൊതുവിഭാഗം, നായര്, നമ്പ്യാര്, നമ്പൂതിരി, ബ്രാഹ്മിൺ, ആ, ആ, ക്രിസ്ത്യൻ, RC, അങ്ങനെയൊക്കെ പറയുന്ന ആ വിഭാഗങ്ങൾ എല്ലാം കൂടി നമ്മൾ ജനറൽ എന്ന് പറയുന്നത്. അതായത് മുന്നോക്ക വിഭാഗങ്ങൾ, മുന്നോക്ക ജാതിക്കാരാണ് ഈ ജനറൽ എന്ന വിഭാഗത്തിൽ വരുന്നത്. അവരുടെ കോഡ് നമ്പർ 01 ആണ്. രണ്ടാമത്തത് ഈഴവ, തീയ, ബില്ലവയാണ്. അപ്പോൾ ഈഴവ എന്ന്, ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ ഈഴവ എന്ന് പറയുമ്പോൾ അത് കോഴിക്കോട്, കണ്ണൂർ വിഭാഗത്തിലേക്ക് വരുമ്പോൾ തീയ എന്ന് പറയും. പിന്നെ ബില്ലവയുണ്ട്. ഇത് മൂന്നും സെയിം കേഡറാണ്. ആ ആ ഈഴവ, തീയ, ബില്ലവയുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 03 ആണ്. ഇനി LC ആൻഡ് SIUC. LC എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക്കാണ്. ഈ ലാറ്റിൻ കാത്തലിക്കിന്റെ വിഭാഗത്തിലാണ് ആംഗ്ലോ ഇന്ത്യൻസും വരുന്നത്. അപ്പോൾ LC പിന്നെ SIUC എന്ന് പറയുന്നുണ്ട്, ആംഗ്ലോ ഇന്ത്യൻസും ഉണ്ട്. ഇവരുടെ എല്ലാം കൂടി കോഡ് 04ആണ്. ഇനി OEC ക്രിസ്ത്യൻ. OEC ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത വിഭാഗമാണ് ശരിക്കും OEC ക്രിസ്ത്യൻ. അതായത് ക്രിസ്ത്യാനി ആകുകയാണ് നമ്മൾ ചെയ്തത്. അവിടെ SCയിൽ നിന്ന്, പട്ടികജാതിയിൽ നിന്ന് ക്രിസ്ത്യാനിയായി മാറുമ്പോൾ അപ്പോൾ അവർ OEC ആയി. OEC ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. നമ്മൾ റോമൻ കാത്തലിക് പോലെ ഉള്ളവരാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലാണ് വരിക. എന്നാൽ ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യൻസ് ആണ്. 05ആണ് അവരുടെ കോഡ്. ഇനി ഹിന്ദു OBC. OBC ഹിന്ദു എന്ന് പറയുന്നതിൽ വേറെ കുറച്ച് കാറ്റഗറീസ് ആണ്. അതായത് പിന്നെ ശാലിയ, അതേപോലെ വിളക്കിത്തല നായര്, വെളുത്തെടുത്ത് നായര്, ഇങ്ങനെ കുറച്ച് ആ കമ്മ്യൂണിറ്റിയുടെ ലിസ്റ്റൊക്കെ നമ്മൾ അപ്പൻഡിക്സ് ആയിട്ട് ഈ ഏകജാലകത്തിൻ്റെ അപ്പൻഡിക്സിൽ തരും. പുതിയ പ്രോസ്പെക്ടസ് ഇറങ്ങി കഴിയുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അതിൽ നമുക്ക് കിട്ടും. അത് വായിച്ചു നോക്കാം. അതിൽ പെടുന്ന ആരെങ്കിലുമായിരിക്കും നമ്മൾ. ഇനി OBC ഹിന്ദു ഇപ്പം ഞാൻ പറഞ്ഞു, അവരുടെ കോഡ് 06ആണ്. SC പട്ടികജാതി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി 7%, 07ആണ് കോഡ്. ST ട്രൈബാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികവർഗം, 08ആണ് കോഡ്. ധീവര ആൻഡ് റിലേറ്റഡ്. ധീവര എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയും അതിനോടനുബന്ധിച്ച കുറച്ച് സമുദായങ്ങളും ഉണ്ട്. ആ സമുദായങ്ങളെ, ധീവര റിലേറ്റഡ് ആയിട്ടുള്ള സമുദായങ്ങളെ നമ്മൾ ഈ പ്രോസ്പെക്ടസിൽ അപ്പൻഡിക്സിൽ വരും. അത് നോക്കാം. അവരുടെ കോഡ്, കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 14ആണ്.
വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ്. വിശ്വകർമ്മ എന്ന് പറയുന്ന വിഭാഗം ഗോൾഡ് സ്മിത്ത് വിശ്വകർമ്മയാണ്, ആശാരി വിശ്വകർമ്മയാണ്. അപ്പോൾ അത്തരം വിഭാഗത്തിലുള്ള ആൾക്കാരാണ് വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡിൻ്റെ അവരുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 15ആണ്. കുശവൻ ആൻഡ് റിലേറ്റഡ് ആണ് അടുത്തത്. കുശവൻ ആൻഡ് റിലേറ്റഡ് കോഡ് 16ആണ്. കുടുംബി സമുദായമുണ്ട്. കുടുംബി എന്ന് പറയുന്ന സമുദായത്തിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 17ആണ്. അപ്പോൾ ഇതാണ് കാറ്റഗറി കോഡ്. വിവിധ കമ്മ്യൂണിറ്റികളുടെയും ജനറലിൻ്റെയും കാറ്റഗറിയായി. അപ്പോൾ 12 കാറ്റഗറിയാ +1 പ്രവേശനത്തിനുള്ളത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 12 കാറ്റഗറി. എസ് എൽ സി സർട്ടിഫിക്കറ്റ് വരുമ്പോൾ 5 കാറ്റഗറിയേ ഉള്ളൂ. ജനറൽ, ഒ ബി സി, SC ST OEC കഴിഞ്ഞു. ഇതിനകത്ത് എല്ലാവരും വരും. എന്നാൽ +1 പ്രവേശനം വരുമ്പോൾ ഇതിനകത്തുനിന്ന് ഓരോരുത്തരെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അവർക്കൊക്കെ നിശ്ചിത ശതമാനം സംവരണം കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ സംവരണ ശതമാനത്തിലേക്കാണ് പോകുന്നത്. ഓർമ്മിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ സംവരണ ശതമാനം മുഴുവനും ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു എയ്ഡഡ് സ്കൂളിലും ഈ സംവരണമില്ല. എന്നാൽ എയ്ഡഡ് സ്കൂളിൽ സംവരണം ഉണ്ട്. ആർക്കൊക്കെ? പട്ടികജാതിക്ക്, പട്ടികവർഗത്തിനും ഗവൺമെൻറ് സ്കൂളിലും ഉണ്ട്, എയ്ഡഡ് സ്കൂളിലും ഉണ്ട്. ഈ പട്ടികജാതി പട്ടികവർഗ SCയും STക്കും മാത്രമേ എയ്ഡഡ് സ്കൂളുകളിൽ റിസർവേഷൻ അഥവാ സംവരണം ഉള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന ബാക്കി SC ST ഒഴിച്ച് പറയുന്ന ബാക്കി എല്ലാവരുടെയും സംവരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമാണ്. ഓർമ്മിച്ചു വെച്ചോ. കേരളം മുഴുവനുള്ള എല്ലാ സ്കൂളിലും ഇത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓൺലി ഗവൺമെൻറ് സ്കൂൾ. ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ സ്കൂളിൻ്റെ പേരിൻ്റെ എവിടെയെങ്കിലും ഗവൺമെൻറ് എന്നുണ്ടാവും. അത്ര അങ്ങനെ മനസ്സിലാക്കാം. മറ്റേത് എയ്ഡഡ് സ്കൂളും ഗവൺമെൻറ് അംഗീകൃതവും ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ഒക്കെ ഗവൺമെൻറ് തന്നെയാണ് എയ്ഡഡ് സ്കൂളിൽ. പക്ഷേ ഇത് രണ്ടും ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാം? ഗവൺമെൻറ് എന്ന വാക്ക് ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ പേരിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റി റിസർവേഷൻസ് ഉള്ളൂ. എന്നാൽ ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഉള്ള കമ്മ്യൂണിറ്റി റിസർവേഷൻ എന്ന് പറയുന്നത് SCക്കും STക്കുമാണ്. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ SCക്കും STക്കും റിസർവേഷൻ ഉണ്ട്. ഇനി ഗവൺമെൻറ് സ്കൂളിൽ ഈ പറയുന്നത് നോക്കാം. ഈഴവ തീയ ബില്ലവയ്ക്ക് 8% റിസർവേഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, 8% റിസർവേഷൻ. മുസ്ലിമിന് 7% റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് OBC എന്ന വിഭാഗത്തിലല്ല ഇവരൊന്നും വരുന്നത്. ഇവരുടേതായ ഒരു ഐഡൻറ്റിറ്റിയായി. ഈഴവയ്ക്ക് ഈഴവയുണ്ട്, തീയയ്ക്ക് തീയയുണ്ട്. അവർക്ക് 8% റിസർവേഷൻ ഉണ്ട്. മുസ്ലിമിനാണെങ്കിൽ 7% ഉണ്ട്. LC ലാറ്റിൻ കാത്തലിക്ക്, SIUC, ആംഗ്ലോ ഇന്ത്യൻ ഇവർക്ക് 3% സംവരണമുണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ. ക്രിസ്ത്യൻ, കൺവെർട്ടഡ് ക്രിസ്ത്യൻ OECക്ക് 1% റിസർവേഷനാണ് ഉള്ളത്. OBC ഹിന്ദു OBCയിൽ ശാലിയ, വെളുത്തടുത്ത നായർ, വിളക്കിത്തല നായർ, പിന്നെ അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് കമ്മ്യൂണിറ്റി, ആ ലിസ്റ്റ് നമുക്ക് അപ്പൻഡിക്സിൽ കിട്ടും. ആ ലിസ്റ്റിലുള്ളവർക്ക് 3% സംവരണമുണ്ട്. SCക്ക് 12%, STക്ക് 8%. പട്ടികജാതിക്കാർക്ക് 12%, പട്ടികവർഗക്കാർക്ക് 8%. ധീവരയും അവരുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി, ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 2% റിസർവേഷൻ ഉണ്ട്. വിശ്വകർമ്മയും അവരുമായി ബന്ധപ്പെട്ടവർ, ആശാരി, ഗോൾഡ് സ്മിത്ത് പോലെയുള്ള വിശ്വകർമ്മ ആയിട്ടുള്ള ആൾക്കാർക്ക് 2% അവരുടെ സംവരണം. കുശവനും അവരുമായി ബന്ധപ്പെട്ടവർക്ക് 1% റിസർവേഷനാണ് ഉള്ളത്. കുടുംബി സമുദായക്കാർക്ക് 1% റിസർവേഷനാണ് ഉള്ളത്. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അവർക്ക് 10% റിസർവേഷൻ ഉണ്ട്. വളരെ വലിയൊരു ചാൻസാണ് ഈ ശരിക്കും EWS എന്ന് പറയുന്നത്. അർഹതപ്പെട്ട എല്ലാ കുട്ടികളും, രക്ഷിതാക്കൾ EWS സർട്ടിഫിക്കറ്റ് വാങ്ങണം അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം EWSന് കഴിഞ്ഞ വർഷവും അപ്ലിക്കൻസ് ഇല്ലാതിരുന്നിട്ട് EWSൻ്റെ സീറ്റുകൾ ബാക്കി വന്ന ചരിത്രമുണ്ട്. അത് മറ്റ് വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ EWS, നമുക്കറിയാം ഒരുപാട് ആൾക്കാർ EWS ഉണ്ട്. അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് EWS. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. EWS സർട്ടിഫിക്കറ്റ് ആരാ തരുന്നത്? വില്ലേജ് ഓഫീസറാണ് തരുന്നത്. ആ വില്ലേജ് ഓഫീസർ EWS സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത്ര സ്ഥലം പഞ്ചായത്തിലാണ്, 2.5 ഏക്കർ, അത് കുടുംബ സ്വത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അപേക്ഷ അവിടെ കൊടുക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ആ, ആ, പരിശോധിക്കും, അന്വേഷിക്കും. അതിനുശേഷം മാത്രമേ തരുള്ളൂ, നമുക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ആ വിഭാഗത്തിന് 10% സംവരണമുണ്ട്. അതും ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമാണ്. ഞാൻ ഈ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ സ്കൂളും ഗവൺമെൻറ് സ്കൂളല്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. അല്ല, അത് കുറേ എയ്ഡഡ് സ്കൂളുണ്ട്, കുറേ അൺഎയ്ഡഡ് സ്കൂളുണ്ട്. ഇത്തരത്തിലാണ് ആ സ്കൂളുകൾ കിടക്കുന്നത്. അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾക്കും മാനേജറുണ്ട്, മാനേജ്മെൻറ്റും ഉണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾക്കും മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ വിഭാഗത്തിൽ വരുന്നവരിൽ ഇത്തരം റിസർവേഷൻസ് ഇല്ല. ആ സ്കൂളുകളിലൊക്കെ തന്നെ SCക്കും STക്കും മാത്രമേ റിസർവേഷൻ ഉള്ളൂ. EWS പോലും ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ വരാതിരിക്കുക, സീറ്റ് കിട്ടാതിരിക്കുക, എന്നിട്ട് നമ്മൾ EWS ആണ് എന്നാലും നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയില്ല, അതുകൊണ്ടൊന്നും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ വരരുത്. ദയവായിട്ട് രക്ഷിതാക്കൾ ഇപ്പോൾ തന്നെ EWS ആയിട്ടുള്ള രക്ഷിതാക്കൾ, ഇത് EWS ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഒരു പിന്നോക്ക ജാതിയിലും പെട്ട ആൾക്കാർക്ക് ഈ EWS സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഈഴവ തീയയ്ക്ക് കിട്ടില്ല, മുസ്ലിമിന് കിട്ടില്ല, ലാറ്റിൻ കാത്തലിക്കിന് കിട്ടില്ല, OICക്ക് കിട്ടില്ല, SCക്കോ STക്കോ ധീവരയ്ക്കോ വിശ്വകർമ്മയ്ക്കോ കുശവനോ കുടുംബിക്കോ എന്ത് കിട്ടില്ല? EWS സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കാരണം അത് മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. 10% EWS സർട്ടിഫിക്കറ്റ് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ, അതായത് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് EWS സർട്ടിഫിക്കറ്റ് കിട്ടുക. അതൊരിക്കൽ കൂടി ഓർമ്മിക്കുക. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ എനിക്ക് 8% ഈഴവയ്ക്ക് റിസർവേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എയ്ഡഡ് സ്കൂളിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഈ റിസർവേഷൻസ് കംപ്ലീറ്റും ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമാണ്. അതിൽ ഒഴിവ് SCക്ക് STക്കും ഗവൺമെൻറ് സ്കൂളുകളിലും റിസർവേഷൻ ഉണ്ട്, എയ്ഡഡ് സ്കൂളുകളിലും റിസർവേഷൻ ഉണ്ട് എന്ന കാര്യമാണ് സത്യം. രണ്ടും കൂടി 20% വരും. SCക്കും STക്കും കൂടി 20% റിസർവേഷൻ വരുന്നുണ്ട്. അപ്പം ഇതാണ് കമ്മ്യൂണിറ്റി കോട്ടയല്ല ഇത്. ഇതിന് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയില്ല. അത് കമ്മ്യൂണിറ്റി കോട്ട വേറെയാണ്. അത് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇത് പക്ക കാസ്റ്റ് റിസർവേഷനാണ്. കാസ്റ്റ് റിസർവേഷൻ. ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് അത് ചില സ്കൂളുകളിൽ മാത്രമുള്ള ഒരു സംവിധാനമാണ്. അത് വേറെ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ജാതി സംവരണം എങ്ങനെയാണെന്നും അവരുടെ കാറ്റഗറി കോഡ് എന്താണെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. ഇതിനെ പറ്റിയൊക്കെ നല്ല ധാരണ വേണം നമുക്ക്. അതിനു വേണ്ടിയിട്ടാണിത്. ഓരോ കണ്ടന്റ് എടുത്തിട്ട് ഞാൻ വിശദമാക്കുന്നത്. വീഡിയോ നിങ്ങൾ കേൾക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കിട്ടാൻ വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആൾക്കാരിലേക്കൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുക. എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളൊരു 25-26 ആകുമ്പോഴത്തേക്ക് എല്ലാം പഠിക്കണം. പഠിച്ചിട്ട് വേണം ഇത് അപേക്ഷിക്കാൻ. അപ്പോൾ ഏത് സംശയം ചോദിച്ചാലും പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.